അഭിരാം രക്ഷപ്പെട്ടു പോയാ? വസു അവനെ രക്ഷപ്പെടുത്തിയ? സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടാ? നീ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ? സാറ് ഒറ്റ അടിക്കാ കുപ്പി വിഴുങ്ങി തീർത്തല്ലോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ വരുമെന്ന്. സാർ കേൾക്കുന്നില്ലേ? ഹലോ, അടുത്തേക്ക് വാടാ, അടുത്തേക്ക് വാടാ, വാടാ പറയട്ടെ. ആദ്യം പോയി വേറെ കുപ്പി എടുത്തിട്ട് വാ, വേഗം. അങ്കിൾ, ഏതോ ഒരു മാതാജി വരാൻ പോകുന്നു. അവര് നല്ല മന്ത്രശക്തിയുള്ള മാതാജിയാണ്. ആരെന്ത് ചെയ്തു സ്കാൻ ചെയ്ത പോലെ പറയും. എന്താ മോളെ ഈ പറയുന്നേ? ആ മാതാജി വന്നിട്ടേ നമ്മൾ തമ്മിലുള്ള കൂട്ട് ബിസിനസിനെ കുറിച്ചെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ സാർ, അഭിയേട്ടൻ പിന്നെ ഞങ്ങളെ തീർത്ത് കളയും. മനസ്സിലായി. ഉടനെ അവരെ തടഞ്ഞു നിർത്ത്. ആ ഹോമം ചെയ്യുന്നതും തടയണം. എങ്ങനെ അത് തടയുമെന്ന് അറിയില്ല അങ്കിൾ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കേ. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഒന്ന് പെട്ടെന്ന് വാടോ. വന്നോണ്ടിരിക്കല്ലേ സാർ? അല്ല പിയെ, ഈ മാതാജി എന്ന സ്വാമിനി ഇവർക്കൊക്കെ മാന്ത്രിക ശക്തി ഉണ്ടോ? സാറിനെ പോലുള്ള രാഷ്ട്രീയ കണ്ടപ്പോ കൂടാത്രത്തോളം കാലം നല്ലവരാ, നന്മയുള്ളവരാ. നിങ്ങളുടെ കൂടെ ചേർന്നാലേ എന്റെ ഇതുപോലെ ആവും. ഇങ്ങ അടുത്ത് വാടാ. ഞാൻ വരൂല. സാറെന്നെ അടിക്കും. അടിക്കാനല്ലടാ. എന്താ സാറേ അടിക്കൂലെന്ന് പറഞ്ഞ അടിച്ചത്? രാഷ്ട്രീയക്കാരെ എപ്പോഴാടാ സത്യം പറഞ്ഞിട്ടുള്ളത്? കൊടുത്ത വാക്ക് എപ്പോഴാ പാലിച്ചിട്ടുള്ളത്? എന്നെ അറിഞ്ഞിട്ട് ഞാൻ സാറിന് കൂടെ നിൽക്കുന്നില്ലേ? എന്നെ വേണം ചെരുപ്പ് കൊണ്ട് അടിക്കാൻ. മാതാജി എങ്ങനെ തടയും അഖിൽ? നീ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയൂ കാർത്തിക. ഞാൻ പറയാ കൊച്ചുമോനെ. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? MLA അങ്കിൾ ഫോൺ ചെയ്തിരുന്നു. പ്ലാൻ ഫെയിൽ ആയതിന് അപ്സെറ്റ് ആയി. ആ മാതാജി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂതവും ഭാവിയും ഒക്കെ പറയും. ആകെ ടെൻഷനില്ല ഞങ്ങള്. മനസ്സിലായി. ആ മാതാജി വന്ന അവരെ തടുത്തു നിർത്താനായിട്ട് ഞാനൊരു നല്ല പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആന്റി എന്താ പ്ലാൻ ചെയ്തേ? നിങ്ങൾ ഒരിക്കലും കാണാത്ത, ഒരിക്കലും പാളിപ്പോവാത്ത നല്ലൊരു പ്ലാനാണ് ഞാൻ കണ്ടുവച്ചത്. അതെന്താ ഇളയമേ? അത് പറയാനുള്ളതല്ലടാ, ചെയ്ത് കാണിച്ചാലേ ശരിയാവത്തുള്ളൂ. കാണാത്തതോ കേൾക്കാത്തതോ പറഞ്ഞു തൊലയ്ക്ക്. പെട്ടെന്ന് പറ. ഇത് വർക്കൗട്ട് ആവുമല്ലോ അല്ലേ? ഉറപ്പായും വർക്കൗട്ട് ആവൂടാ. നീ അത് കണ്ടോ? അച്ഛാ, മാതാജി സമയത്തിന് വരുമല്ലോ അല്ലേ? കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. കൃത്യമായിട്ട് എത്തുമെന്നാ പറഞ്ഞേ. അവരെ ഏട്ടന് നന്നായിട്ട് അറിയാമോ? അറിയുന്നവരായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അഭി പറഞ്ഞ പ്ലാനിന് അവർക്ക് സമ്മതമായിരിക്കും അച്ഛാ. മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയാറില്ലേ? ഇതുപോലുള്ള പ്ലാനിന് അതുപോലുള്ള ആളുകളാ കറക്റ്റ്. മാതാജി വലിയ ജ്ഞാനിയുള്ളവരാണെന്നല്ലേ പറയുന്നത്? അപ്പോ നമ്മൾ പറയുന്നതൊക്കെ മാതാജി ചെയ്തു തരൂ അച്ഛാ? അവര് വന്നു കഴിഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലാവും മോളെ. നമസ്കാരം അമ്മ. ഇതെന്റെ മക്കൾ, ഭാര്യ, മരുമക്കൾ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. സർവേ ജന സുഖിനോ ഭവന്തു.
ഒരു നിമിഷം നിൽക്കൂ മോളെ. ഇപ്പോ ഈ മാലയിട്ട് തന്ന ഭക്തിയുടെ കൂടെ ഒരു സെൽഫി. ഉം. ഉം. എന്താ ഇത്? ഇവരെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കുറച്ച് സെൽഫി ഭ്രാന്തുണ്ട് അവർക്ക്. ഭക്തേ, നീയും അവിടെ നിൽക്കൂ. ആ, ആരതി എടുത്ത ഭക്തിയുടെ കൂടെ ഒരു സെൽഫി. ഉടനടി ഈ സെൽഫികളെല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യൂ. എത്ര ലൈക്സ്, എത്ര ഷെയർസ്, എത്ര കമന്റ്സ് വന്നെന്ന് എന്നെ അറിയിക്കൂ. മാതാജി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നല്ലോ. വേറെ വഴിയില്ല മോനെ. ഈ കലികാല യുഗത്തിൽ ദൈവത്തിന് പോലും പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാമിജികൾ സ്വന്തം ചാനലുകൾ വെച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ അത്രമാത്രം ബഡ്ജറ്റ് ഇല്ല. എങ്ങനെയോ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞതെല്ലാം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ മാതാജി. ഒന്നും ഞാൻ മറന്നിട്ടില്ല, എല്ലാം ഓർമ്മയുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. അവരുടെ വായിന്ന് തന്നെ സത്യം വെളിയിൽ വരണം. നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യാൻ ഞാൻ എന്തിനാ? എന്റെ ശിഷ്യകൾ മതിയല്ലോ. അങ്ങനെയല്ല, മാതാജിയുടെ ബുദ്ധി പ്രയോഗിച്ചാലല്ലേ നമ്മുടെ പ്ലാൻ സക്സസ് ആവുള്ളൂ. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയോ ചെയ്തിരിക്കുന്നു. എന്റെ മഹത്വം ഞാൻ തെളിയിച്ചതാണ്. അതിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ ദുഷ്ടശക്തികൾ എവിടെ? ദുഷ്ടശക്തികളോ? ഓ, ലാംഗ്വേജ് പ്രോബ്ലമോ? ആ 3 ഇഡിയറ്റ്സിന്റെ കാര്യമാ മോനെ. വീടിനുള്ളിലുണ്ട് മാതാജി. ആ, അവരുടെ ഡീറ്റെയിൽസ് പറയൂ. മാതാജിയെ തടയാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതല്ലേ? അവരുടെ വീട്ടിൽ കയറി കഴിഞ്ഞുള്ളേമേ. വരുന്നതിന് മുമ്പേ തടഞ്ഞ അതിലെന്ത് രസം? വന്ന ആളിനെ കറക്കി എടുത്താലല്ലേ യഥാർത്ഥത്തിൽ രസം കിട്ടുള്ളൂ. നടക്കുന്ന കാര്യം പറ. അവരെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. മോളെ സുമംഗലേ, അഖിൽ, കാർത്തിക ഇങ്ങോട്ട് വന്നാട്ടെ. ദാ മാതാജി വന്നിരിക്കുന്നു. ഇവരാണോ മാതാജി? ഇത് ഒറിജിനൽ മാതാജി തന്നെയാണോ? എനിക്കും നല്ല doubt ഡൗട്ട് ഉണ്ട്. ഉണ്ട്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? മാതാജിക്ക് നമസ്കാരം പറയേ. നമസ്കാരം മാതാജി. ആ നമസ്കാരമൊന്നും വേണ്ട, കാലിൽ വീണ് നമസ്കരിക്ക്. ആദ്യം നീ നമസ്കരിക്കടാ. നമസ്കാരം മാതാജി. എഴുന്നേൽക്കൂ അഖിൽ.
ബാധ സുമംഗല. പേരിലുള്ള മംഗളം നിന്റെ ജീവിതത്തിലില്ല. ഏത് ജോഡി സന്തോഷമായിരുന്നാലും നിനക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നിനക്ക് കിട്ടാത്ത സന്തോഷം മറ്റാർക്കും കിട്ടരുതെന്ന് വിചാരിക്കുന്നു. ശരീരം മുഴുവൻ വിഷം. പച്ചയ്ക്ക് പറഞ്ഞാലേ പെൺ ശകുനിയാ നീ. അതൊക്കെ കള്ളോ? പച്ചക്കള്ളം. എന്നിലൊരു രഹസ്യമുണ്ട്, അത് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയെങ്കിൽ പറ. നിനക്ക് വീണ്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? നീ നിർത്തുന്നുണ്ടോ സുമംഗലേ? ഈ പ്രായത്തിൽ നിനക്കെന്തിനാ കല്യാണം? ഈ പ്രായത്തിലെങ്കിലും ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് ചോദിക്കുക എന്തിനാ കല്യാണം? ഒരേട്ടൻ. ഈ കാര്യങ്ങളേ ഉള്ളോ അതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. മാതാജി, എത്രയും പെട്ടെന്ന് ഹോമം തുടങ്ങിയാലും. അങ്ങനെയാവട്ടെ. ശിഷ്യഗണങ്ങളെ, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇവരാള് കൊള്ളാലോ. നമ്മുടെ ബയോഡേറ്റ ബാഗിൽ വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്ന പോലുണ്ട്. നിന്റെ ജാതകത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ എന്നെ പറ്റി വളരെ മോശമായിട്ടാ പറഞ്ഞത്. എന്നെ പറ്റി എന്താ നല്ലതാണോ പറഞ്ഞത്? വളരെ മോശമായിട്ടാ പറഞ്ഞത്. സത്യമല്ലേ ഇളമ പറഞ്ഞത്? പിന്നെ ഇതിന്റെ മോശം എന്ന് പറയുന്നേ? ഇനിയിപ്പൊ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിയണോ? നമുക്കൊരു ബാധ വന്നു ചേർന്ന പോലെ ഇരിക്കുക. അവരെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. നിങ്ങൾ അവര് വന്നാ എന്തൊക്കെ ചെയ്യൂന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എന്തിനാ പേടിയെന്ന് പറയുന്നേ? അവര് നമ്മളെക്കാൾ ബുദ്ധിശാലി അടി കാർത്തികേ. ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരിവർ ബുദ്ധിശാലി മാത്രമല്ല, നല്ല മന്ത്രശക്തിയുള്ള സ്ത്രീയാ. ആ ഹോമം അവർ നടത്തി കഴിഞ്ഞാ ഭക്ഷണത്തില് ഡ്രഗ്സ് കലർത്തിയത് നമ്മളാണെന്ന് പറയുമല്ലോ. പിന്നെ അബേട്ടൻ നമ്മൾ മൂന്നുപേരും ജയിലിലേക്ക് പറഞ്ഞയക്കും. അതെ ആന്റി, എങ്ങനെയെങ്കിലും ഈ ഹോമം മുടക്കണം. ആന്റി എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓൾറെഡി ഞാൻ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാൾ അങ്ങോട്ട് നോക്ക്. ഇതെന്താ കമ്പ് കെട്ടി വെച്ചേക്കാ? അല്ല, ഹോമകുണ്ടത്തിലിടേണ്ട കമ്പുകളാ. ഇതെന്തിനാ എടുത്തോണ്ട് വന്നേ? ഇത് അഭിയും ഭാസ്കറുമായി കൊണ്ടുവന്നതല്ല, ഞാൻ റെഡിയാക്കി വെച്ചതാ. ഹോമം മുടക്കാൻ പറഞ്ഞപ്പോ ഇളയം എന്തിനാ ഈ കമ്പൊക്കെ എടുത്തു വെച്ചിരിക്കുന്നേ? ഇത് സാധാരണ കമ്പുകളല്ല. ഉണങ്ങിയ മുളക് അരച്ചെടുത്ത് അതിൽ ഈ കമ്പുകൾ മുക്കി അതിനുശേഷം ഉണക്കിയെടുത്ത് വെച്ചിരിക്കുക. എന്തിന്? ചിക്കൻ ഉണ്ടാക്കാൻ പോവാണോ? ഈ കമ്പ് മസാലയിൽ ചേർക്കാൻ പോവാ? അല്ലടി, ഈ കമ്പുകൾ ഹോമകുണ്ടത്തിലിട്ടാ പുക നിറഞ്ഞ് മുറി മുഴുവൻ നിറയും. മാത്രമല്ല, ഈ മുളകിന്റെ മണം അടിക്കുമ്പോ ചുമച്ച് കണ്ണെറിഞ്ഞ് എല്ലാവരും കഷ്ടപ്പെടും. മാതാജി ഓടിപ്പോകും, ഹോമം മുടങ്ങും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഓൾറെഡി അവരുടെ കയ്യിൽ കമ്പുണ്ടല്ലോ. ആ കമ്പുകൾ ഉള്ളിടത്ത് ഈ കമ്പുകൾ മാറ്റി വെക്കാം. ആ പുക വരുമ്പോ നമ്മളും കഷ്ടപ്പെടില്ലേ? ഇല്ല, ഹോമം തുടങ്ങിയ ഉടനെ നമ്മൾ നൈസായിട്ട് വീട്ടിലെ പുറത്തേക്ക് പോകും. പുറത്ത് വന്ന് കതക് പൂട്ടിയിടും.
ആ പുകയില് കുടുങ്ങി ആരകത്ത് പോയി ആര് പുറത്തുനിന്നൊന്നും കാണാൻ പറ്റില്ല. സൂപ്പർ ഇളയമേ, പ്ലാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഹോമം തീർച്ചയായിട്ടും മുടങ്ങിപ്പോവും, നമ്മൾ സേഫ് ആവും. പക്ഷേ ഈ കമ്പുകൾ ആ കമ്പുകൾക്ക് പകരമായി എങ്ങനെ വെക്കും? 3 പേരും ഓരോന്നെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. വാ, 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 വാ. ആ, ഇങ്ങെടുക്കളമ്മ. പെട്ടെന്ന്, ചെല്ല്. ശ്രദ്ധിച്ച്. ഇത് നീ പിടി. ഇതാ ഞങ്ങളും ജോലി ചെയ്തു, കമ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. താഴേക്ക് വെക്കുക. എന്തിനാ അവിടെ വെക്കുന്നേ? നേരെ ഹോമകുണ്ടത്തിലേക്കല്ലേ ഇടേണ്ടത്. ആ, ഇട്ടേക്ക് ഇട്ടേക്ക്. ആ, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഈ കമ്പെടുക്കാൻ പോയതാ അച്ഛാ. കമ്പെല്ലാം ഞാൻ വാങ്ങിയിട്ട് വന്നതാണല്ലോ. ഭാസ്കരേട്ടൻ തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അവിടെ വച്ചിരിക്കുകയായിരുന്നു, അതാ ഇങ്ങ് കൊണ്ടുവന്ന്. പെട്ടെന്ന് തന്നെ ഹോമം ആരംഭിക്കട്ടെ. എന്താ ഏട്ടത്തി ഇത്? ഇന്നൽപ്പോ ആവേശം കൂടുതലാണല്ലോ. അത് ഹോമം ചെയ്താല് നമുക്കൊക്കെ നല്ലത് വരില്ലേ എടുത്തി? ആ നന്മ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാവർക്കും നല്ലത് സംഭവിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അതാ എന്റെ ആഗ്രഹം. സ്റ്റാർട്ട് ചെയ്തോളൂ മാതാജി. തുടങ്ങട്ടെ. വേഗം വാ ഇളയമ കൂടെ.